കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ എലിഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി. കാട്ടാനകളുടെ ഏകദേശം കണക്കെടുപ്പാണ് എസ്റ്റിമേഷൻ നടപടികളിലൂടെ വനംവകുപ്പ് നടത്തുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും കാട്ടാനകളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. കേരളത്തിന്റെ വനമേഖലയെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. കേരളത്തിലാകെ 610 ബ്ലോക്കുകളാണുള്ളത്. അതിനെ 4 ആനസങ്കേതങ്ങളായി തിരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പെരിയാർ ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളാണ് ഉള്ളത്. ആനമുടി 197, നിലമ്പൂർ 118, വയനാട് 89 ബ്ലോക്കുകൾ വീതമാണ് ഉള്ളത്. കണക്കെടുപ്പിന്റെ ഭാഗമായി 1300ഓളം ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ ഈ ബ്ലോക്കുകളിൽ നടന്ന് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം എടുക്കുന്നു. അതിൽ ആണെത്രയാണ്, പെണ്ണെത്രയാണ്, കുട്ടികൾ എത്രയാണ്, അങ്ങനെയുള്ള കണക്കാണ് ആദ്യം എടുക്കുന്നത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ട്രാൻസിറ്റ് വാക്ക് നടത്തുന്നു. 1.5 കിലോമീറ്റർ ട്രാൻസിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ കാണപ്പെടുന്ന എലഫൻറ്റ് ഡങ്ക് അത് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ പഴക്കം എത്രയുണ്ട്, ഈ ട്രാൻസിറ്റിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കാണുന്നത്, അതിൻ്റെ ആംഗിൾസ് എത്ര ആംഗിൾ മാറിയിട്ടാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ എടുക്കും. 3-ാമത്തെ ദിവസം നമ്മൾ വാട്ടർഫോൾ ബേസ് ചെയ്തിട്ടുള്ള കണക്കെടുപ്പാണ് നടത്തുന്നത്. വാട്ടർഫോളിൽ വരുന്ന ആനകളുടെ എണ്ണമാണ് എടുക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ജൂലൈ അവസാനത്തോടുകൂടി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കൊമ്പൻ, പിടിയാന, മോഴ, ഒറ്റയാൻ, കാട്ടാനക്കൂട്ടം, പ്രായം ചെന്ന ആന എന്നിങ്ങനെ വിവരങ്ങളെ പ്രത്യേകം ക്രോഡീകരിക്കും. മനുഷ്യൻ വരച്ചിരിക്കുന്ന അതിർത്തി രേഖകൾ സഹീറിന്റെ മക്കൾക്ക് ബാധകമല്ലാത്തതിനാൽ കേരളത്തോടൊപ്പം അതിർത്തി സംസ്ഥാനങ്ങൾ കൂടി കരിവീരന്മാരുടെ ഈ കാനേഷുമാരിയിൽ പങ്കുചേരുന്നുണ്ട്. ജൂലൈ മാസം അവസാനം കണക്കെടുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. കൈരളി ന്യൂസ്, ഇടുക്കി.